ഹായ് ഗായ്സ്, ഗലിബ്രോ നോട്ട് ചാനൽ എല്ലാവർക്കും സ്വന്തം ബിഗ് ബോസ് മലയാളം സീസൺ 7 സെക്കൻഡ് വീക്ക് എവിക്ഷനിലേക്കുള്ള വാച്ചർ ഓട്ടുമ്പോഴാണ് ഹോട്ട്സ്റ്റാർ നടക്കുന്നത്. നമ്മളിന്ന് ബുധനാഴ്ച രാവിലെ 11 മണിയുള്ള അൺഒഫീഷ്യൽ വോട്ട് സ്റ്റാറ്റസ് ആണ് പുറത്തുവിടാൻ പോകുന്നത്. നമ്മുടെ മുമ്പിൽ 11 പേരാണുള്ളത്. 11 നിന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മത്സരത്തിൽ കൊണ്ട് നിങ്ങൾ ഹോട്ട്സ്റ്റാർ കയറി തന്നെ വോട്ട് ചെയ്യുക. അതോടൊപ്പം നിങ്ങൾ ഇന്ന് ആർക്കാണ് വോട്ട് ചെയ്യുന്നത് കൂടെ ഈ വീഡിയോ ഡീറ്റെയിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. മണിക്കൂറിലെ കൃത്യമായ ബിഗ് ബോസ് സംബന്ധമായിട്ടുള്ള ന്യൂസുകളും വോട്ടിംഗ് അപ്ഡേറ്റുകളും അറിയാൻ വേണ്ടി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. ഏതായാലും ഇന്ന് രാവിലെ 11 മണിയുള്ള വോട്ടിംഗ് മത്സരത്തിൽ ഒന്നാം പൊസിഷൻ അത് ഷാനവാസ് തന്നെ തുടരുകയാണ്. നേരത്തെ അനിമോളെ അട്ടിമറിച്ച് ഒന്നാം പൊസിഷനിൽ വന്നതിന് ശേഷം ഒരു ഘട്ടത്തിലും പിന്നിലേക്ക് പോകുന്നില്ല. വമ്പിച്ചൊരു മുന്നേറ്റം തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 3978 വോട്ട് നേടി ഒന്നാം പൊസിഷനിൽ തന്നെ തുടരുന്ന കാഴ്ചയാണ് കാണുന്നത്. രണ്ടാം പൊസിഷനിൽ അനിമോൾ തന്നെയാണ് തുടരുന്നത്. നേരത്തെ ഒന്നാം പൊസിഷനിൽ നിന്ന് രണ്ടാം പൊസിഷനിലേക്ക് പിന്നിലേക്ക് വന്നതിന് ശേഷം ഒരു ഘട്ടത്തിലും പിന്നിലേക്ക് പോയിട്ടില്ല. ഇപ്പോൾ 3766 വോട്ട് നേടി ഷാനവാസുമായിട്ട് ഇഞ്ചോടിഞ്ചോടുള്ള പോരാട്ടത്തിൽ തുടരുകയാണ് അനിമോൾ. മൂന്നാം പൊസിഷനിൽ ജിസേൽ തന്നെ തുടരുകയാണ്. ജിസേൽ തക്രാൾ നല്ലൊരു മുന്നേറ്റമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നിരുന്നാൽ കൂടെ മൂന്നാം പൊസിഷനിൽ തന്നെ തുടരുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. 3509 വോട്ട് നേടിയാണ് മൂന്നാം പൊസിഷനിൽ തുടരുന്നത്. നാലാം പൊസിഷനിൽ ബിന്നി കയറി വന്നിട്ടുണ്ടായിരുന്നു. ബിന്നി ഇപ്പോഴും ആ പൊസിഷൻ തന്നെ സുരക്ഷിതമായി തന്നെ സൂക്ഷിച്ചിരിക്കുകയാണ്. 3122 എന്ന വോട്ടിൻ്റെ ബലത്തിലാണ് തന്നെ നാലാം പൊസിഷൻ നിലനിർത്തിയിരിക്കുന്നത്. അഞ്ചാം പൊസിഷനിൽ അട്ടിമറി മുന്നേറ്റമായിട്ട് അപ്പാനി ശരത്ത് കയറി വന്നിരിക്കുകയാണ്. അപ്പാനി ശരത്തിന് കഴിഞ്ഞ ദിവസങ്ങളിൽ ചെറിയൊരു വോട്ടിംഗ് കുറവുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ വമ്പിച്ച മുന്നേറ്റം നടത്തി 3008 വോട്ടിൻ്റെ ബലത്തിൽ തൻ്റെ അഞ്ചാം പൊസിഷൻ പിടിച്ചെടുത്തിരിക്കുകയാണ് അപ്പാനി ശരത്ത്. ആറാം പൊസിഷനിലേക്ക് നൂറ ആദില സഖ്യം വീണുപോയിരിക്കുകയാണ്. ഒരു ഘട്ടത്തിൽ നല്ലൊരു മുന്നേറ്റം നടത്തി രാവിലെ അഞ്ചാം പൊസിഷനിലേക്ക് വന്നിരുന്നു. എന്നാൽ ഇപ്പോൾ അപ്പാനി ശരത്തിൻ്റെ പ്രകടനത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാനാവാതെ ആറാം പൊസിഷനിലേക്ക് തള്ളപ്പെടുകയാണ്. 2988 വോട്ടാണ് നേടിയിരിക്കുന്നത്. ഏഴാം പൊസിഷനിൽ അക്ബർ ഖാൻ തന്നെ തുടരുകയാണ്. ഒരു ഘട്ടത്തിൽ വമ്പിച്ച ഒരു മുന്നേറ്റം നടത്തിയിരുന്ന ഒരു മത്സരാർത്ഥിയായിരുന്നു. എന്നാൽ ഇന്ന് രാവിലെ തൊട്ട് വമ്പിച്ച ഒരു വോട്ടും പിന്നോക്ക അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. ഇപ്പോൾ 2912 വോട്ട് നേടി ഏഴാം പൊസിഷനിൽ തുടരുന്ന കാഴ്ചയാണ് കാണുന്നത്. എട്ടാം പൊസിഷനിൽ ആര്യൻ ഖത്തറി തന്നെ തുടരുകയാണ്. യാതൊരു മുന്നേറ്റവും അല്ലെങ്കിൽ പിന്നിലേക്ക് പോക്കും ഇല്ലാണ്ട് ഒരേ താളത്തിൽ തുടരുന്ന ഒരു മത്സരാർത്ഥിയാണ് ആര്യൻ ഖത്തറിയ. ഇപ്പോൾ 2790 വോട്ട് നേടി എട്ടാം പൊസിഷനിൽ തന്നെ തുടരുന്നുണ്ട്. ഒമ്പതാം പൊസിഷനിൽ നെവിൻ തന്നെ തുടരുന്ന കാഴ്ചയാണ്. ലാസ്റ്റ് പൊസിഷനിൽ ഉണ്ടായിരുന്ന നെവിനായിരുന്നു. എന്നാൽ ഇന്ന് രാവിലെ തൊട്ട് നല്ലൊരു മുന്നേറ്റം നടത്തി 2657 വോട്ടിൻ്റെ ബലത്തിൽ ഒമ്പതാം പൊസിഷൻ എന്ന സേഫ് സോണിലേക്ക് വന്നിരിക്കുകയാണ് നെവിൻ. പത്താം പൊസിഷനിൽ ആർ ജെ ബെൻസിനെയാണ് തുടരുന്നത്. ആർ ജെ ബെൻസിക്ക് വളരെയധികം വോട്ടിംഗ് കുറവ് വരികയാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ 10ാം പൊസിഷൻ എന്ന ഡേഞ്ചർ സോണിലേക്ക് പോയിരിക്കുന്നത്. 2600 വോട്ടാണ് നേടിയിരിക്കുന്നത്. മണിക്കൂറിലുള്ള വോട്ടിംഗ് വളരെ നിർണ്ണയമാണ് ആർ ജെ ബെൻസിക്ക്. 11ാം പൊസിഷനിൽ ശൈത്യ സന്തോഷ് തന്നെയാണ് തുടരുന്നത്. വോട്ടിങ്ങിന് തുടക്കത്തിൽ വളരെ വോട്ടിംഗ് കുറവ് കണ്ടുവന്ന ശൈത്യ സന്തോഷ് ഇപ്പോഴും അതേപോലെ തന്നെയാണ് തുടരുന്നത്. 2598 വോട്ട് നേടി ആർ ജെ ബെൻസിയുമായിട്ട് ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തി വരികയാണ് ശൈത്യ സന്തോഷ്. താങ്ക് യു.